കുട്ടികളെ, എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് +1 മാത്സിലെ കോണിക് സെക്ഷൻ എന്ന ചാപ്റ്റർ, അതിലെ സർക്കിൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ HK ആണ്, അതിൻ്റെ റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ് x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ ഈ സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷന് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം: എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. സർക്കിളിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതിന് നമ്മൾ ഒന്ന് മാറ്റം വരുത്തിയാൽ ഇതുപോലെ നമുക്ക് മാറ്റാൻ കഴിയും. ഇത് അതിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്. ദിസ് ഈസ് കോൾഡ് ദി ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഓക്കെ, ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് -g,-f കണ്ടാൽ മതി. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് -g-f ആണ്. അതുപോലെ ഇതിൻ്റെ റേഡിയസ്, ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് √g സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് c ആണ്. ഓക്കെ, ഇതുമായി നമുക്ക് രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെൻറ്റർ 2, 3 റേഡിയസ് 4 ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സെൻറ്റർ 2, 3 ആണ്, റേഡിയസ് 4 ആണ്. അപ്പോൾ നമ്മൾ HK എന്ന് പറയുന്ന സെൻറ്റർ ആരാ കുട്ടികളെ? ദാറ്റ് ഈസ് 2,3 ആണ്. റേഡിയസ് R എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ എത്രയാ? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെയുടെ വാല്യൂ എത്രയാണ് കുട്ടികളെ? കെയുടെ വാല്യൂ 3 ആണ്. വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ അല്ലേ? 4 സ്ക്വയർ. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. ഈ സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് ആദ്യം ഈ കാണുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. ആര് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ +5 നമുക്ക് എഴുതാം. എക്സ് മൈനസ് -5 എന്ന് എഴുതാം. ഇതിന് എക്സ് മൈനസ് -5 ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെങ്ങനെ എഴുതാം? വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. അവിടെ നമുക്കൊരു മാറ്റം വരുത്തേണ്ടതില്ല. 36 എങ്ങനെ എഴുതാം? നമുക്ക് 6 സ്ക്വയർ എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, സോ ഇവിടെ എച്ചിൻ്റെ പകരം ഇവിടെ ആരെ വന്നിട്ടുള്ള -5 ആണ്. സോ എച്ച് ഈക്വൽ ടു -5. അതുപോലെ കെയുടെ പകരം നമുക്ക് 3 ആണ് അല്ലേ? കെ ഈക്വൽ ടു 3. ആറിൻ്റെ പകരം 6 ആണ്. ആർ ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ആരാ കുട്ടികളെ? വാട്ട് ഈസ് സെൻറ്റർ? സെൻറ്റർ HK ആണ് അല്ലേ? വാട്ട് ഈസ് HK? HK എന്ന് പറയുമ്പോൾ -5, 3 ദാറ്റ് ഈസ് സെൻറ്റർ. വാട്ട് ഈസ് റേഡിയസ്? റേഡിയസ് ഈക്വൽ ടു R ദാറ്റ് ഈസ് 6. നെക്സ്റ്റ് നമുക്ക് ഒരു സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ സെൻറ്ററും റേഡിയസും കാണാമെന്നുള്ളതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമ്മുടെ ജനറൽ ഫോം അതിന് താഴെ എഴുതി വെക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുക. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷന്. ഈ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും കാണണം. നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുക. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 2gx -8x ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2g ഈക്വൽ ടു -8 എന്ന് എഴുതാം. 2g ഈക്വൽ ടു -8. അവിടുന്ന് നമുക്ക് g ഈക്വൽ ടു -8/2 ദാറ്റ് ഈസ് -4 എന്ന് കിട്ടിയിട്ടുണ്ട്. സിമിലർലി 2f 10നോട് ഈക്വൽ ആണ്. 2fy 10y ആണ്. സോ 2f ഈക്വൽ ടു 10 എന്ന് എഴുതാം. വാട്ട് ഈസ് f? 10/2 ദാറ്റ് ഈസ് 5. ദെൻ വാട്ട് ഈസ് c? ഈ c എന്ന് പറയുന്ന ആൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത് -12 ആണ്. സോ c ഈക്വൽ ടു -12. c ഈക്വൽ ടു -12. അപ്പോൾ നമുക്ക് ജി കിട്ടി, എഫ് കിട്ടി, സി കിട്ടിയിട്ടുണ്ട്. ഇനി ആരെ കുട്ടികളെ? സെൻറ്റർ. സർക്കിളിൻ്റെ സെൻറ്റർ എന്താ? സെൻറ്റർ ഇസ് ഈക്വൽ ടു -g, -f that is equal to -g. What is g? -4. That is -4, -f that is -5. What is that? 4, -5.
Okay, 4, -5 ആണ് അതിൻ്റെ സെൻറ്റർ. then what is its radius? റേഡിയസ് കാണുന്ന ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി സ്ക്വയർ. വട്ട് ഈസ് ജി? -4 സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ദാറ്റ് ഈസ് 5 സ്ക്വയർ മൈനസ് സി. സിയുടെ വാല്യൂ എത്രയാ? -12. അപ്പോൾ അവിടെ 2 മൈനസ് വരും, -12 വരും. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 25 പ്ലസ് 12. ഈ മൈനസ് പ്ലസ് ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 16 പ്ലസ് 25 36 41 63 അല്ലേ? 63 41 53 ദാറ്റ് ഈസ് റൂട്ട് 53 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. റേഡിയസ് എന്നുള്ളത് റൂട്ട് 53. ഓക്കെ.